മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ ആലയത്തിലേക്ക് നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത് അവിടുത്തെ സ്വരം ശ്രവിക്കാനും അവിടുത്തോടുകൂടെ ആയിരിക്കാനുമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു തീർത്ഥാടനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ തീർത്ഥാടന വഴിയിൽ നമുക്ക് വഴി തെളിയിക്കേണ്ടത് കർത്താവിൻ്റെ തിരുവചനങ്ങളാണ്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമ്മുടെ തന്നെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ വചനം പകർത്തി എഴുതി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചതിന് നമ്മളൊക്കെ ദൃക്സാക്ഷികളാണ്. കർത്താവിൻ്റെ വചനത്തോടുള്ള സ്നേഹം, ആ വചനത്തെ ഹൃദയത്തിൽ പതിപ്പിക്കാനുള്ള ആഗ്രഹം, അതിൻ്റെ ബാഹ്യ അടയാളമായി ത്യാഗപൂർവം വചനം പകർത്തി എഴുതി കടലാസിൽ അവ രേഖപ്പെടുത്തിയതോടൊപ്പം തന്നെ ഹൃദയ ഫലകങ്ങളിലും കൂടി എഴുതപ്പെടാനായിട്ട് സാഹചര്യമുണ്ടായി എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. നാം പകർത്തി എഴുതിയ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. നമ്മുടെ വഴികളിൽ അത് പ്രകാശമാണ്. തീർച്ചയായും കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് രക്ഷാകരമായ അവിടുത്തെ വചനം പകർത്തി എഴുതി അവിടുത്തെ സ്നേഹിക്കാൻ പരിശ്രമിച്ച എല്ലാവരെയും ദൈവം തൻ്റെ തിരുവചനത്തിന് അഭിഷേകം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ വചനം വിതയ്ക്കപ്പെടുകയും അത് മുളച്ചു പൊന്തുകയും വളരുകയും ഫലം ചൂടുകയും ചെയ്യുന്ന ഒരു ആത്മീയതയിലേക്കാണ് കർത്താവ് നമ്മളെല്ലാവരെയും ക്ഷണിക്കുക. അത് നമ്മളെല്ലാവരിലെയും സാധ്യതമാകാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ ആത്മീയ യാത്രയിൽ പരസ്പരം ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ക്രൈസ്തവ സാഹോദര്യത്തിൻ്റെ ഉദാത്തമായൊരു ജീവിത ദർശനം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകൾ ആധാരമാക്കിയിട്ട് അല്പനേരം നമുക്ക് പര്യാലോചിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു. വളരെ ശക്തമായ വിധത്തിൽ യാക്കോബ് ശ്ലീഹ നമ്മോട് സംഭാഷിച്ചു. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ ധനം കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ അതിനോട് നമ്മൾ പുലർത്തേണ്ട മനോഭാവം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പതിയുന്ന വിധത്തിൽ വളരെ വ്യക്തമായും ശക്തമായും ലേഖനത്തിലൂടെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ധനത്തോട് നമുക്കുണ്ടാകേണ്ട ഒരു സമീപനം, മനോഭാവം എന്താണെന്ന് കൂടുതൽ വ്യാഖ്യാനമില്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ഗ്രഹിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് തന്നെയാണ് സുവിശേഷ ഭാഗവും നമ്മൾ ശ്രവിച്ചത്. സമാനമായിട്ടുള്ള ഉത്ബോധനം തന്നെ കർത്താവ് നമുക്ക് നൽകുകയുമാണ്. സുവിശേഷ ഭാഗം ആരംഭിച്ചത് ധനികനായ ഒരു മനുഷ്യൻ ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ചോദ്യം കർത്താവിന് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. വളരെയേറെ പ്രസക്തമായൊരു ചോദ്യമാണ് ആ മനുഷ്യൻ ചോദിച്ചത്. സുവിശേഷ ഭാഗം അവസാനിച്ചതും അങ്ങനെ തന്നെയാണ്. ഈ കാലത്തും അതുപോലെ വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും പ്രതിഫലമായിട്ട് ലഭിക്കും, കർത്താവിനെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതുന്നവർക്ക് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു കേട്ടത് ആരംഭിച്ചത് എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യത്തോടെയാണ്. അവസാനിക്കുന്നതോ അതേ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരത്തോട് കൂടിയും. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കർത്താവിന് എപ്പോഴും മനസ്സുണ്ടെന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിയുക. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ കർത്താവ് ഉത്തരം തന്നിരിക്കും. നമ്മുടെ ആത്മീയത ഈ ഒരു ആദർശത്തിൽ ഊന്നിയുള്ളതായിരിക്കണം. വേദഗ്രന്ഥം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നാം പ്രാർത്ഥിച്ചിട്ട് പലതും നൽകപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് നമ്മുടെ ഉപരി നന്മയ്ക്ക് ഉപകരിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യങ്ങൾ ദൈവത്തിന് സ്വീകാര്യമാകണം. എല്ലാ ചോദ്യങ്ങൾക്കും അവിടത്തേക്ക് ഉത്തരമുണ്ട്. എല്ലാ ഉത്തരങ്ങളും നാം ആഗ്രഹിക്കുന്ന സമയത്താകില്ല ദൈവം തരിക. കാരണം ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ
നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന സമയത്ത് ദൈവം നമുക്ക് നൽകുന്ന ഉത്തരങ്ങളാണ് രക്ഷാകരമായിട്ട് മാറുക. ആയിരക്കണക്കിന് വർഷങ്ങൾ കാത്തിരുന്ന് വാഗ്ദാനം പൂർത്തീകരിക്കുന്നത് ആണ് വേദഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രക്ഷയുടെ ചരിത്രം. ആദ്യ മാതാപിതാക്കൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ചരിത്രഗതിയിൽ അവതരിച്ചപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ വാഗ്ദാനങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. നിയമത്തിലെ ദൈവത്തിൻ്റെ വചനത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റം വരികയില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും എന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ ചോദിക്കാൻ പഠിക്കേണ്ടത് യേശു ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ. നമ്മുടെ പ്രാർത്ഥന ആ ഒരു നിയോഗത്തിൽ ആയിരിക്കട്ടെ. ഈ ആത്മീയ കൂടാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ഒരുപാട് യാചനാ പട്ടികകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊന്നും അതിൽ തന്നെ തെറ്റല്ലെങ്കിലും ഏറ്റവും മഹത്തരമായത് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് നിത്യജീവൻ ഉതകുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അന്വേഷണം നടത്താനും നമ്മൾ തയ്യാറാകുന്ന അവസ്ഥാവിശേഷമാണ്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയട്ടെ. കുറച്ച് വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ഭൗമികമായിട്ടുള്ള സുസ്ഥിതിയെക്കുറിച്ചാകാൻ പാടില്ല നമ്മുടെ ആകുലതകൾ. നേരെ മറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത നിത്യജീവനെക്കുറിച്ചുള്ള വ്യഗ്രത നമ്മുടെ ജീവനെ ഗ്രസിക്കണം. അങ്ങനെയാണ് ഒരു തീർത്ഥാടകൻ്റെ മനസ്സ് എപ്പോഴും ദൈവത്തെ തേടേണ്ടത്. നമ്മുടെ വലിയ ജാഗ്രത നിത്യജീവൻ നഷ്ടപ്പെടാവുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം വ്യതിചലിപ്പിക്കപ്പെടുമോ എന്നുള്ളതാണ്. അതിനുള്ള പല കാരണങ്ങളും വേദപുസ്തകം വായിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കർത്താവ് തരാറുണ്ട്. ഇന്നത്തെ വേദപുസ്തക വായനകൾ സമ്പത്ത് എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാൻ ഒരു മനുഷ്യന് വിലങ്ങുതടിയാകുന്നു എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സമ്പത്ത് മോശപ്പെട്ട കാര്യമാണോ? ചിലരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാവും. ഒരിക്കലും മോശപ്പെട്ട കാര്യമില്ല. ദൈവം തന്നെ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് ധാരാളമായിട്ട് ധനവും മറ്റ് ഭൂമിയും എല്ലാം നൽകി അനുഗ്രഹിച്ചത് നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തിനൊക്കെ എത്രമാത്രം ഭൂമിയാണ് ദൈവം നൽകിയതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴും അനേകം പേര് ധനാഢ്യരായിട്ട് ജനിച്ച് അവർ ആ ധനം ദൈവത്തിന് മഹത്വം നൽകുന്ന വിധത്തിൽ ചെലവഴിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നതും വിശുദ്ധരായി തീർന്നതും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ധനം അതിൽ തന്നെ തിന്മയായിട്ടല്ല, പക്ഷേ ആ ധനം ദൈവത്തെ സർവസ്വമായി കാണുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ അത് നമുക്ക് തീരാ നഷ്ടമാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കണ്ടുമുട്ടിയ മനുഷ്യന് സംഭവിച്ചത് അതാണ്. അവന് നിത്യജീവൻ വേണം, പക്ഷേ ഭൗമികമായ സമ്പത്ത് ഉപേക്ഷിക്കാൻ അവന് മനസ്സുണ്ടായില്ല. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ധനം നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന കെണിയാണ്. ഹൃദയങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റുന്ന പ്രതിബന്ധമാണ്. നമ്മൾ അങ്ങനെയല്ല ധനത്തെ കാണേണ്ടത്. ഏതെങ്കിലും ഒന്ന് ദൈവത്തിൽ നിന്ന് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ജീവിത വഴികളെയും വ്യതിചലിപ്പിക്കുന്നുവെങ്കിൽ അത് നമുക്ക് തടസ്സം തന്നെയാണ്. ഇഷ്ടപ്പെട്ട് വിളിച്ച ശിഷ്യന്മാര്, അതിലൊരുവൻ ശിഷ്യപ്രമുഖനായ പത്രോസ്, പീഡാനുഭവ വേളയിൽ അതിനെക്കുറിച്ച് പ്രവചനം നടത്തിയപ്പോൾ കർത്താവെ നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി നമുക്കെല്ലാവർക്കും അറിയാം. സാത്താനെ, നീ ദൂരെ പോവുക, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. സുവിശേഷം പറയുക, ഈശോ മലയുടെ മുകളിലേക്ക് കയറി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അങ്ങനെ ഇഷ്ടപ്പെട്ട് വിളിച്ച പത്രോസിനോട് ഇനി ആ 12 പേരിലും തൻ്റെ സമൂഹത്തെ നയിക്കാൻ ചുമതലപ്പെടുത്തിയ ആ ശിഷ്യപ്രമുഖനായ പത്രോസിനോടാണ് കർത്താവ് പറയുക, സാത്താനെ, നീ ദൂരെ പോവുക. ഏത് സമയത്തായാലും കർത്താവിൽ നിന്ന് നമ്മുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുന്നത് എന്തോ അത് നമുക്ക് കെണിയാണ്, ശത്രുവാണ്. അത് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന തടസ്സമാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കെല്ലാവർക്കും വേണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മുഴുവനും കർത്താവിനെ
നേടുന്നതിൽ നിന്ന് എന്നെ ഒന്നും ഒരിക്കലും തടസ്സപ്പെടുത്താതിരിക്കണം എന്നുള്ളതായിരിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വളരെ വികാരവായ്പോടുകൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? വന്നതിനും വരാനിരിക്കുന്നതിനും ഒന്നും എന്നെ വേർപെടുത്താൻ പറ്റില്ലെന്നാണ് അപ്പസ്തോലൻ പറയുക. ആപത്തിനും പട്ടിണിക്കും വാളിനും പീഡനത്തിനും ഒന്നിനും, പ്രഭുത്വങ്ങൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനുമേ തന്നെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വേർപെടുത്താനായിട്ട്, ദൈവവുമായി ഉള്ള ഐക്യത്തിൽ നിന്ന് അകറ്റാനായിട്ട് സാധിക്കുകയില്ല. അത്രമേൽ ഗാഢമായിട്ടുള്ളൊരു ബന്ധം. അതാണ് ആത്മീയ വഴിയിൽ നടക്കുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. നമുക്ക് മറ്റെന്തൊക്കെയുണ്ടായാലും കർത്താവ് സർവസ്വവുമായി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതെല്ലാം നഷ്ടമാണ്, നമുക്കൊന്നിനും ഉപകരിക്കില്ല എന്നുള്ള ഉത്തമമായൊരു ബോധ്യം അത് നമുക്ക് വേണം. അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളുമായിട്ട് പങ്കുവെക്കുക. കർത്താവിനെ നേടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതെല്ലാം നമുക്ക് 100 മടങ്ങായി തിരികെ തരുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും. അതിൻ്റെ എല്ലാം മകുടമായി നമുക്ക് നിത്യ ജീവനും. ഇപ്പോൾ സ്വർഗത്തെ നേടാനുള്ള വലിയ ആഗ്രഹം, അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള നിതാന്തമായ ജാഗ്രത, ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ അർത്ഥമുള്ളതാക്കി തീർക്കുക. അതല്ലാതെ അല്പനേരത്തെ സൗഖ്യവും സന്തോഷവും അഭിവൃദ്ധിയുമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നമ്മൾ നല്ല ഇടയൻ്റെ മനസ്സ് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് സാരം. ഗുഡ് ഷെപ്പേർഡ് റിട്രീറ്റ് സെൻറ്ററിലാണ് നമ്മൾ ആയിരിക്കുക. നല്ല ഇടയൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ് അതിനനുഗുണമായി ചിന്തിക്കാനും സംസാരിക്കാനും ജീവിക്കാനും പഠിക്കുമ്പോഴാണ് നമ്മൾ സ്വീകാര്യരായിട്ട് തീരുക. നമുക്ക് നിക്ഷേപങ്ങൾ എപ്പോഴും സുരക്ഷിതത്വം നൽകുന്ന നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു സുസ്ഥിതി കണക്കാക്കുന്നത് എത്രമാത്രം നിക്ഷേപം, അതും സ്വർണത്തിൽ എത്രമാത്രം നിക്ഷേപം നമുക്കുണ്ട് എന്നുള്ളതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് നമുക്കൊക്കെ അറിയാം. കറൻസിയൊക്കെ ഇറക്കുമ്പോൾ തത്തുല്യമായ മൂല്യമുള്ള സ്വർണം നമ്മുടെ ശേഖരത്തിൽ ഉണ്ടാകണം, അത് അതീവ സുരക്ഷയോടുകൂടെ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കും സുരക്ഷ നൽകാൻ നമുക്ക് നിക്ഷേപങ്ങൾ വേണം. ആ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈശോ പറഞ്ഞു പ്രമാണങ്ങൾ പാലിക്കുക. അവൻ പറഞ്ഞു പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, അല്പം ഒരു അഹങ്കാരത്തോടു കൂടെ. അപ്പോൾ ഈശോ പറഞ്ഞു ഇനിയും നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അപ്പോൾ സ്വർഗത്തിൽ എനിക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം സാഫല്യമുള്ളതായിട്ട് തീരുള്ളൂ. നല്ല ഉറപ്പുള്ള ബാങ്കിൽ നമുക്ക് നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാകാം, അതുകൊണ്ട് കാര്യമായില്ലെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. നമുക്ക് സ്വർഗത്തിലേക്ക് വേണ്ട നിക്ഷേപങ്ങൾ എത്രമാത്രം ആർജിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് ഇനി നിക്ഷേപങ്ങൾ നമുക്ക് കരുതാൻ പറ്റുക? ഇനി സ്വർഗത്തിൽ ബാങ്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് അന്വേഷിച്ച് സമയം കളയണ്ട. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ സുഹൃത ജീവിതം കൊണ്ടാണ് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സമ്പാദിക്കാനായിട്ട് സാധിക്കുക. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ടാകുക. കർത്താവിൻ്റെ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം ജീവിതത്തിലേക്ക് പകർത്തി നിഷ്കളങ്കതയോടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കാനായിട്ട് സാധിക്കുക. ഇനി സ്വർഗത്തിലെ നിക്ഷേപം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ലെന്നാണ് കർത്താവ് പറയാം. അവിടെ കള്ളന്മാർ പ്രവേശിക്കില്ല, ചിതലരിക്കില്ല. എത്ര സുരക്ഷിതമായ ബാങ്കും ചിലപ്പോൾ കവർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ നമുക്കൊരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ കർത്താവിനെ ഭരമേൽപ്പിക്കാവുന്നത് നമ്മുടെ സുഹൃത ജീവിതമാകുന്ന നിക്ഷേപമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയട്ടെ. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഉത്കടമായ ആഗ്രഹത്താൽ നമ്മളെല്ലാവരും നയിക്കപ്പെടണം. ഈ അടുത്ത് ഞാൻ വായിച്ചൊരു പുസ്തകമാണ്
പിലിഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ളത്. മലയാളത്തിൽ അതിന് വിവർത്തനമുണ്ട്, പരദേശി മോക്ഷയാത്ര എന്നൊക്കെ പറഞ്ഞ്. അല്പം ഒരു പ്രൊട്ടസ്റ്റന്റ് ടെർമിനോളജിയിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. പക്ഷേ അതിൻ്റെ കഥാ വിഷയം വളരെ പ്രസക്തമാണ്. പാപത്തിൻ്റെ വലിയ ഭാണ്ഡം ചുമലിൽ വഹിച്ചു പോകുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗം ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ്. വേദഗ്രന്ഥത്തിലെ വ്യാഖ്യാനങ്ങളെയും തിരുവചനങ്ങളെയും ഒക്കെ ആധാരമാക്കിയിട്ടുള്ള ഒരു ഭാവന സൃഷ്ടിയാണത്. വളരെയേറെ കഷ്ടതകൾ സഹിച്ചുകൊണ്ട് ഈ ക്രിസ്ത്യാനി എന്നു പേരുള്ള മനുഷ്യൻ തൻ്റെ ലക്ഷ്യം നേടാനായിട്ട് പാപത്തിൻ്റെ വലിയ ഭാണ്ഡക്കെട്ട് തൻ്റെ മുതുകത്ത് നിന്ന് പോകണം, എന്നിട്ട് കർത്താവിനെ സ്വന്തമായിട്ട് നേടി സായുജ്യമടയണം, അതിനുവേണ്ടി എടുക്കേണ്ട ദുരിതമായ യാത്ര എടുക്കാനായിട്ട് അദ്ദേഹം സന്നദ്ധനാവുകയാണ്. അതിന് മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്, വിഡ്ഢി എന്നെല്ലാം വിളിച്ച് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട്, സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ദർശനം അനുസരിച്ച് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയാണ്. വഴിയിൽ വളരെയേറെ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നു. പലപ്പോഴും മാർഗമധ്യേ അദ്ദേഹം വ്യതിചലിപ്പിക്കപ്പെടുന്നു. പക്ഷെ വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്നു. അങ്ങനെ ആ യാത്ര അനസ്യൂതം തുടരുകയാണ്. ദൈവത്തെ തേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ആത്മാവ് നടത്തുന്ന ഒരു യാത്രയിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വളരെ മനോഹരമായിട്ട് അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സന്ദർഭങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ സവിശേഷമായ ഒരു ആത്മീയ യാത്ര, ഞാനത് സൂചിപ്പിച്ചത്, നമ്മുടെ സ്വർഗയാത്ര അനായാസം പൂർത്തിയാകുന്ന ഒന്നല്ല. നേരെ മറിച്ച് അതിന് കൊടുക്കേണ്ട വില കൊടുക്കാൻ തന്നെ നമ്മൾ തയ്യാറാകണം. ദൈവത്തെ പ്രതി നമ്മൾ ഉപേക്ഷിക്കേണ്ടതിനൊക്കെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. സുവിശേഷം വ്യക്തമായി നമ്മളോട് പറഞ്ഞു, ദൈവരാജ്യത്തെ പ്രതി എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചാൽ അതിന് അനുഗ്രഹം തിരികെ ലഭിക്കുമെന്നുള്ളതിൽ സംശയം വേണ്ട. ഒരുപക്ഷെ നമ്മളും പലതും ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. അതൊന്നും പലപ്പോഴും ദൈവരാജ്യത്തെ പ്രതി ആയിരുന്നില്ല, നമ്മുടെ മറ്റു പല നേട്ടങ്ങൾക്കും വേണ്ടി ആയിരുന്നിരിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ട ഒരു വില, അത് കൊടുക്കാൻ തന്നെ നമ്മൾ തയ്യാറാകണം. ദാവീദ് രാജാവ് പറഞ്ഞല്ലോ, എനിക്കൊരു ചെലവുമില്ലാത്തൊരു ബലി ഞാൻ അർപ്പിക്കുകയില്ല. സ്വർഗരാജ്യം ബലവശ്യമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളൊരു ആത്മീയ പോരാട്ടത്തിലാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ സമരസഭയിൽ അംഗങ്ങളാണ്. തിന്മയോട് സമരം ചെയ്ത്, ലോകത്തിൻ്റെ ആകർഷണങ്ങളോട് സമരം ചെയ്ത്, എളുപ്പവഴിയിൽ സഞ്ചരിക്കാനുള്ള പ്രലോഭനങ്ങളെ അതിജീവിച്ച്, സഹോദരങ്ങളോട് ക്ഷമിച്ച്, വെറുപ്പുളവാകുന്ന വിധത്തിൽ പെരുമാറുന്നവരോടും സ്നേഹത്തോടു കൂടെ പെരുമാറി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സൗകര്യങ്ങളും സുഖങ്ങളും ഉപേക്ഷിക്കുന്ന മനസ്സ് ആർജിച്ച്, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നൊരു ജീവിതമാണ് നമ്മുടെ ആത്മീയ യാത്ര. വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടി ചിലപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. 1 മൈൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവനോട് കൂടി 2 മൈൽ സഞ്ചരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. വസ്ത്രം ചോദിക്കുന്നവന് മേൽക്കുപ്പായം കൂടി കൊടുക്കാനായിട്ട് തയ്യാറാകണം. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കണം. എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മോട് പറയുക. ദൈവത്തിൽ ചേർന്ന് നിന്ന് സമരം ചെയ്താൽ തന്നെ നമുക്ക് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരിടത്തേക്ക്, കാനാൻ ദേശത്തേക്ക്, ഈജിപ്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ സ്വന്തം ജനത്തെ 40 വർഷം കൊണ്ടാണ് കർത്താവ് എത്തിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ എങ്ങനെ അവർ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്കുള്ളതല്ല ദൈവത്തിൻ്റെ രാജ്യം എന്നവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഒറ്റ വിചാരത്താൽ തന്നെ തൻ്റെ ജനത്തെ മുഴുവനായും കാനാൻ ദേശത്ത് എത്തിക്കാൻ കർത്താവിന് കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ അവിടുന്ന് അവരെ നടത്തിയത് അവിടുത്തെ രക്ഷാകരമായ പദ്ധതിയുടെ ആ വ്യക്തമായുള്ള രഹസ്യം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിശാലമായ വഴിയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ സുഖവും സൗകര്യവും അനുഭവിക്കാനുള്ള പ്രവണത എല്ലാ മേഖലയിലുമുണ്ട്. നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമായി കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ
വരുത്തിക്കൂട്ടുന്ന പുരോഗതികളൊക്കെ ജീവിതത്തിൻ്റെ ആ ഒരു സുഖം അല്ലെങ്കിൽ ക്ഷേമകരമായിട്ടുള്ള പരിതസ്ഥിതികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇന്നത്തെ മുതിർന്ന തലമുറ ചെറുപ്പകാലത്ത് നമുക്ക് ചെറിയ റോഡുകളായിരുന്നു. ഇന്നത്തെ റോഡുകൾ അതിനേക്കാളും ഇരട്ടി ഒരുപക്ഷെ വിസ്താരമുള്ളതായിട്ട് മാറുകയാണ്. വാഹനങ്ങളൊക്കെ പണ്ടൊക്കെ അംബാസഡർ കാർ മാത്രം കണ്ട നമ്മൾ ഇന്ന് അംബാസഡർ കാർ കാണാനേ ഇല്ല. അതിനേക്കാളൊക്കെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യാവുന്ന യാത്രാസുഖം നൽകുന്ന വാഹനങ്ങളാണ് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഭവനങ്ങളുടെ ഒരു നിർമ്മിതിയുടെ രീതികൾ, നമ്മുടെ ഭക്ഷണ രീതികളെല്ലാം തന്നെ എത്രയോ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായിട്ടൊരു പുരോഗതി, ഒരു വികസനത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുകയാണ്. വിശാലമേറിയ വഴികൾ, നാശത്തിൻ്റെ വഴി വിസ്താരമേറിയതാണെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് നമ്മളെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് കർത്താവ് ക്ഷണിക്കുമ്പോൾ ആ ഒരു അനുഭവമാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്. അത് അവരോട് വൈരാഗ്യമുണ്ടായത് കൊണ്ടല്ല, അവരെ കഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചു കൊണ്ടതല്ല. ദൈവത്തിന് മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചുകൂടലിൽ ശുദ്ധി ചെയ്യപ്പെടുമ്പോൾ പിന്നെ ഒന്നിനും അവരെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റാത്ത അവസ്ഥയിലോട്ട്, ഏത് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ഹൃദയ ഉറപ്പിലേക്ക് അവർ വരും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലൊക്കെ കണ്ണോടിച്ചാൽ സഹനത്തിൻ്റെ വഴിയിലൂടെ ദൈവത്തോട് വിശ്വസ്തരായി തീർന്നവർക്ക് പത്തരമാറ്റിൻ്റെ തിളക്കമാണ്. അഭിവൃദ്ധിയുടെ കാലത്ത് മാത്രം ദൈവത്തെ സ്തുതിക്കുകയും സഹനത്തിൻ്റെ കാലത്ത് ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരൊന്നും കർത്താവിന് സ്വീകാര്യരല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യം ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ എണ്ണുമ്പോൾ രോഗാവസ്ഥയും കൃപയാണെന്ന് തിരിച്ചറിയുന്ന വിശുദ്ധ അൽഫോൻസമ്മയും വിശുദ്ധ കൊച്ചു തെരേസയും അതുപോലെ ഒട്ടനവധി പേരും നമ്മുടെ വിശുദ്ധരുടെ പട്ടികയിൽ ഉണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു സമകാലീന വീക്ഷണത്തിൽ അവരൊക്കെ പരാജിതരാണ്. പക്ഷേ ദൈവത്തിന് മുമ്പിൽ അവരെല്ലാവരും വലിയ ജയം നേടിയവരാണ്. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സഹനങ്ങൾ വരുന്നല്ലോ എന്ന് പരിതപിക്കുന്ന ചുരുക്കം ചിലരെങ്കിലും നമ്മൾ കാണാറുണ്ട്. പിതാവിൻ്റെ ഇഷ്ടത്തിൽ വള്ളിപുള്ളി മാറ്റം വരാതെ എല്ലാം പൂർത്തീകരിച്ച കർത്താവ് കടന്നുപോയത് സഹന വഴിയാണെങ്കിൽ ഗുരുവിനേക്കാൾ വലുതാവാൻ പാടില്ലാത്ത ശിഷ്യരായി നമുക്ക് ഗുരു നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കാനല്ലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഹനവും രോഗപീഠകളും എല്ലാം തന്നെ ദൈവത്തിൻ്റെ പരിപാലനയുടെ വ്യത്യസ്തമായ മുഖങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആത്മീയ കരുത്താണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വേണ്ടത്. അതാണ് പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും എല്ലാം നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാതെ അനുഗ്രഹത്തിൻ്റെ ലോട്ടറി അടിച്ചു എന്ന് പെരുമ്പറ മുഴക്കി നടക്കുകയല്ല. പൗലോസ് അപ്പസ്തോലനോട് ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി എന്നുള്ളതാണ് ദൈവികതമെങ്കിൽ ആ മുള്ള് അവിടെ ഇരിക്കട്ടെ, എനിക്ക് ദൈവത്തിൻ്റെ കൃപ തന്നെ മതി എന്ന് പൗലോസിനോടൊപ്പം ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ വളർച്ച ഈ ഗുഡ് ഷെപ്പേർഡ് ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ബലിയിൽ സംബന്ധിക്കാനും കടന്നു വരുന്ന നമുക്കുണ്ടാകേണ്ടത് അങ്ങനെയുള്ളൊരു മനസ്സാണ്. ആ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ മനസ്സ്. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ ഏതൊക്കെ വിധത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വർഗീയ യാത്രാ മധ്യേ അനുഭവവേദ്യമാകുന്നുവോ അതിനോടെല്ലാം നോ പറഞ്ഞ് കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രതിബന്ധങ്ങളില്ലാതെ സമരം ചെയ്യാതെ കർത്താവിൻ്റെ കിരീടം നമ്മുടെ ശിരസിൽ ചാർത്തപ്പെടുകയില്ല എന്ന് നമുക്ക് ഓർക്കാം. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ തിരുഹിതം നമ്മിൽ നിറവേറാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് എനിക്ക് സഹനത്തിൻ്റെ കാസ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം. അനുഗ്രഹത്തിൻ്റെ ആശ്വാസം തരുമ്പോൾ നന്ദിയോടുകൂടെ അതും നമ്മൾ സ്വീകരിക്കുക. കർത്താവ് നമ്മെ പഠിപ്പിച്ച ഉദാത്തമായ ഒരു ആത്മീയത അതാണ്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, ഇല്ലെങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ സജ്ജരാകുമ്പോൾ നമ്മുടെ ആത്മീയത കർത്താവിന് പ്രിയപ്പെട്ടതായിട്ട് തീരുന്നു, സ്വീകാര്യമായിട്ട് തീരുന്നു എന്നോർക്കുക. അതുകൊണ്ട് ഭൗതികമായ ക്ഷേമ ഐശ്വര്യങ്ങളുടെ പുറകെ സഞ്ചരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ദുഃഖിതരായിട്ട് മുന്നോട്ട് പോകരുത്. നേരെ മറിച്ച് ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കി അതിനെ എപ്പോഴും
സ്വന്തമാക്കാനുള്ളൊരു ആഗ്രഹം നമുക്കെല്ലാവർക്കും നൽകാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്ക് വേണ്ട നിക്ഷേപങ്ങൾ ഞാൻ എത്രമാത്രം കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിനെ എപ്പോഴും മഥിക്കട്ടെ. ഇനിയും എനിക്ക് സ്വർഗത്തിലേക്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയും സമയം പാഴാക്കിക്കൂടാ എന്ന ചിന്തയിൽ നമ്മൾ മുന്നേറണം. നമ്മൾ ഒരിക്കലും ഭോഷനായ ധനികന്റെ പോലെയുള്ള മനോഭാവത്തോടെ ജീവിക്കുന്നവരാകാതെ സ്വർഗത്തിൽ എളിയ നിക്ഷേപങ്ങൾ സ്വരുകൂട്ടി അതിൻ്റെ സന്തോഷത്തിൽ മുന്നേറുന്നവരായിട്ട് മാറട്ടെ. അതിനുവേണ്ട കൃപാവര് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരിക്കലും തൻ്റെ പക്കലേക്ക് വരുന്നവരെ തള്ളിക്കളയാത്തവനാണെന്നുള്ള ചിന്തയോടുകൂടെ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ നേടി നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിന് വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് തുണയായിരിക്കട്ടെ. ആ ഒരു ജീവിത മാതൃക നമുക്ക് ആവേശം നൽകട്ടെ. നമുക്ക് മറക്കാതിരിക്കാം, നാം എത്തിച്ചേരേണ്ട ഇടം സ്വർഗമാണ്. നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നിത്യജീവനാണ്. അതിനുള്ള മാർഗം സ്വർഗത്തിലേക്ക് വേണ്ട നിക്ഷേപങ്ങൾ അനുദിന ജീവിതത്തിലൂടെ നമ്മൾ നേടുക എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് പോലെ കർത്താവിനെ നേടാനും അവനിൽ കാണപ്പെടാനുമുള്ള ആഗ്രഹം അത് നമ്മുടെ മനസ്സിലെന്നും ജ്വലിച്ചു നിൽക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.